അതൊരു മഴയുള്ള രാത്രിയായിരുന്നു. ഒരു ഹോട്ടൽ മുറിയിൽ ചെറുപ്പക്കാരായ ദമ്പതിമാർ തങ്ങളുടെ കൈകൾ കോർത്ത് കട്ടിലിൽ കിടക്കുകയാണ്. ശേഷം അവർ ഇല്ലീഗൽ മയക്കുമരുന്നായ സിൻക്രോണിക് കഴിക്കുകയാണ്. അതിന്റെ എഫക്റ്റ് ആരംഭിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ലിഫ്റ്റിൽ കയറുകയും ചെയ്യുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഉന്മാദ അവസ്ഥയിലെത്തുകയും പല പല കാഴ്ചകളൊക്കെ കാണാൻ ആരംഭിക്കുന്നു. ആ സ്ത്രീയാണെങ്കിൽ മുറിയിൽ മരങ്ങളും ചെടികളും ഒക്കെ വളർന്നു വരുന്നത് കാണുന്നു. പതുക്കെ ഭിത്തികളെല്ലാം മായുകയും അവിടെ മുഴുവൻ കാടായി മാറുകയും ചെയ്യുന്നു. ശേഷം ആദിവാസിയായ ഒരു ഗോത്രവർഗ്ഗക്കാരനെ ആ സ്ത്രീ കാണുന്നു. അയാൾ ആ സ്ത്രീയുടെ മുന്നിലേക്ക് അടുക്കുമ്പോൾ വലിയൊരു പാമ്പിഴഞ്ഞ് കട്ടിലേക്ക് കയറുകയാണ്. അതുകണ്ട് ആ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. അതേസമയം ലിഫ്റ്റിൽ നിൽക്കുന്നയാൾ ലിഫ്റ്റിന്റെ ഒരു ഭാഗത്ത് മരുഭൂമിയായി മാറുന്നത് കാണുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് അപ്രത്യക്ഷമാകുകയും അയാൾ മരുഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് എമർജൻസി പാരാമെഡിക്കുകളായ സ്റ്റീവിനെയും ഡെന്നിസിനെയുമാണ്. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. മയക്കുമരുന്ന് ഓവർഡോസുമായി ബന്ധപ്പെട്ട ഒരു കേസ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു അവർ. ആ വീട്ടിലേക്ക് എത്തി അവർ 2 ബോഡികൾ നിലത്ത് കിടക്കുന്നത് കാണുന്നു. അടുത്ത് അവരുടെ ഒരു അയൽക്കാരി നിൽപ്പുണ്ട്. അവർ എന്തൊക്കെയോ അപശബ്ദങ്ങളും ആരോ ഫ്രഞ്ചിൽ സംസാരിക്കുന്നതും കേട്ടു എന്നാണ് പറയുന്നത്. ഡെന്നിസ് നോക്കിയപ്പോഴേക്കും നിലത്ത് കിടക്കുന്ന ഒരാൾക്ക് ജീവനുണ്ട്. ആ ബോഡി മറിച്ച് നോക്കിയപ്പോഴേക്ക് വെടിയുണ്ട അയാളുടെ ശരീരം തുളച്ച് പുറകു വശത്തൂടി പോയിട്ടുണ്ട്. സ്റ്റീവ് അടുത്ത ഒരു ഓവർഡോസ് വിക്ടിമിനെ പരിശോധിക്കുന്നതിനിടയ്ക്ക് ഒരു സിറിഞ്ച് അവന്റെ കയ്യിൽ കുത്തിക്കയറുന്നു. ശേഷം സ്റ്റീവ് ആ പെൺകുട്ടിക്ക് മരുന്ന് കുത്തിവെക്കുന്നു. അതോടെ ആ കുട്ടി എണീക്കുന്നു. ശേഷം പോലീസ് അവിടെ എത്തുകയും സിൻക്രോണിക്കിന്റെ അതായത് മയക്കുമരുന്നിന്റെ കവർ അവിടെ കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മയക്കുമരുന്നിന് അടിമയായവർ തമ്മിലുണ്ടായ അടിയായാണ് അവർ ഇതിനെ കരുതിയത്. പുറത്തേക്ക് പോകുന്നതിനിടയിൽ സ്റ്റീവ് ഒരു ചെമ്പ് കൊണ്ടുള്ള കൊയിൻ അവിടെ കാണുകയും അതെടുക്കുകയും ചെയ്യുന്നു. മുറിവേറ്റ യുവാവിനെ അവർ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ചോര പറ്റിയ ഒരു വാൾ ഭിത്തിയിൽ തറച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റീവും ഡെന്നിസും ജോലിയൊക്കെ കഴിഞ്ഞ് റോഡരികിൽ വിശ്രമിക്കുന്നതാണ്. അതിനിടയിൽ ഡെന്നിസ് ഗോൾഫ് കളിക്കുന്നുണ്ട്. സ്റ്റീവ് ആണെങ്കിൽ അവന് കിട്ടിയ ചെമ്പ് നാണയം പരിശോധിക്കുന്നുമുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം 1721 ആയിരുന്നു. മയക്കുമരുന്ന് കഴിച്ച് പരിക്കേറ്റവരുടെ വീട്ടിൽ പോയപ്പോൾ സ്റ്റീവിന്റെ ശരീരത്തിൽ സിറിഞ്ച് കുത്തിക്കയറിയിരുന്നല്ലോ. HIV പകർന്നിട്ടുണ്ടാകുമോ എന്ന ഭയത്താൽ സ്റ്റീവ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഡോക്ടർ സ്റ്റീവിന് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ചെക്കപ്പ് റെക്കമെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം സ്റ്റീവ് ഡെന്നിസിനും ഫാമിലിക്കും ഒപ്പം പിക്നിക്കിന് പോകുന്നു. ഡെന്നിസിന്റെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാനാണ് അവർ പോകുന്നത്. ഡെന്നിസിന്റെ മൂത്ത മകൾ ബ്രിയന്ന അല്പം മാറി ഒരു വലിയ പാറക്കഷ്ണത്തിന് മുകളിലിരിക്കുന്നത് കണ്ട സ്റ്റീവ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ബ്രിയന്നയ്ക്ക് സ്റ്റീവ് അങ്കിളിനെ നന്നായി അറിയാം. അവളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി സ്റ്റീവിനോട് വിശദീകരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ സ്റ്റീവിന് വരുന്നു. ആ രാത്രി അടുത്ത എമർജൻസി അറ്റൻഡ് ചെയ്യുവാൻ പോവുകയാണ് ഡെന്നിസും സ്റ്റീവും. ആ സ്പോട്ടിൽ ഒരാൾ വെന്ത് മരിച്ചിരുന്നു. അവരെങ്ങനെയാണ് മരിച്ചതെന്ന് ഇൻഫർമേഷൻ ഒന്നും ലഭിച്ചില്ലെന്ന് പോലീസ് ഓഫീസേഴ്സ് സ്റ്റീവിനോടും ഡെന്നിസിനോടും പറയുന്നു. കാരണം തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒന്നും ആ പരിസരത്ത് അവർക്ക് കണ്ടെത്താനായില്ല. പക്ഷേ സിൻക്രോണിക്കിന്റെ ഒരു കവറും പകുതി ഉരുകിയ ഒരു ഡോർ നോബും അവർ കണ്ടെത്തിയിരുന്നു. പിന്നീട് സ്റ്റീവ് ഡോക്ടർ പറഞ്ഞതുപോലെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. ബ്രെയിൻ സ്കാനിങ്ങിൽ സ്റ്റീവിന്റെ തലയിൽ ഒരു ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുന്നു. ട്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ പറയണ്ടല്ലോ, ആരും തകർന്നു പോകും. അതോടെ സ്റ്റീവ് വളരെ മാനസിക വിഷമത്തിലാവുന്നു. എന്നാൽ സ്റ്റീവ് ഈ കാര്യം ഡെന്നിസിനോട് പറഞ്ഞില്ല. ശേഷം സ്റ്റീവും ഡെന്നിസും അവരുടെ അടുത്ത കേസിന് പുറകെ പോവുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ദമ്പതിമാരുടെ കേസായിരുന്നു അത്. സ്ത്രീയുടെ കാൽമുട്ടിൽ പാമ്പ് കടിയേറ്റതിന്റെ പാടുണ്ടായിരുന്നു. കൂടാതെ അവർ ഷോക്കിലായിരുന്നു. തന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അവിടെയും സിൻക്രോണിക്കിന്റെ പാക്കറ്റ് അവർ കണ്ടെത്തുന്നു. ആനിമൽ കൺട്രോൾ വർക്കർ അവിടെ പാമ്പിനെ കണ്ടെത്താനായില്ല എന്ന വിവരം അവരെ അറിയിക്കുന്നു. മാത്രമല്ല പാമ്പിന്റെ കടിയേറ്റ ഭാഗം നോക്കി അയാൾക്ക് മനസ്സിലായത് ദശാബ്ദങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന പാമ്പിന്റെ മുറിപ്പാടുകളാണ് ആ സ്ത്രീയുടെ കാൽമുട്ടിലുള്ളതെന്നാണ്. ആ സ്ത്രീക്ക് സിൻക്രോണിക് ലഭിച്ച കടയിലെ ബാഗ് സ്റ്റീവ് കണ്ടെത്തുന്നു. അതേസമയം ലിഫ്റ്റിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടെന്ന് ഹോട്ടൽ കെയർ ടേക്കർ അവരെ അറിയിക്കുന്നു. ഡെന്നിസ് അത് പരിശോധിക്കാൻ പോകുന്നു. ലിഫ്റ്റ് ഷാഫ്റ്റ് ഓപ്പൺ ചെയ്ത് അവർ കാണുന്നത് ആ സ്ത്രീയുടെ ബോയ് ഫ്രണ്ടിനെയാണ്. ഷാഫ്റ്റിന്റെ ഏറ്റവും അടിയിൽ സന്തോഷത്തോടെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് അയാളുടെ ബോഡി. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴി സ്റ്റീവ് ഒരുപാട് മരുന്ന് കഴിക്കുന്നത് ഡെന്നിസ് ശ്രദ്ധിക്കുന്നുണ്ട്. സ്റ്റീവ് വീണ്ടും ഡോക്ടറെ കാണുന്നു. ട്യൂമർ ക്യാൻസർ ആണെന്നും പീനിയൽ ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സ്റ്റീവിനോട് പറയുന്നു. നിങ്ങൾക്ക് എത്ര ദിവസമുണ്ടെന്ന് നിശ്ചയമില്ല. ചിലപ്പോൾ 6 ആഴ്ചകൾ, ചിലപ്പോൾ ദശാബ്ദങ്ങൾ. ഇതെല്ലാം മരുന്നിനോടും തെറാപ്പിയോടും നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സ്റ്റീവ് ഡെന്നിസിനോട് ഈ വാർത്ത പറയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെക്കുന്നു. അതേസമയം ബ്രിയന്നയുമൊത്ത് ബാസ്കറ്റ്ബോൾ കളിക്കുകയാണ് ഡെന്നിസ്. മകളുമായി അല്പനേരം സ്പെൻഡ് ചെയ്യുവാനും ഇമോഷണലി അവളുമായി കണക്ട് ചെയ്യാനുമാണ് ഡെന്നിസ് ശ്രമിക്കുന്നത്. അച്ഛൻ എന്ന നിലയിൽ ജോലി തിരക്ക് കാരണം മകളോടൊത്ത് സമയം ചെലവഴിക്കാൻ സാധിക്കാതെ പോയോ എന്ന സംശയമാവാം ഡെന്നിസ് അവളോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വലിയ പ്രശ്നങ്ങളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ലെന്ന് ബ്രിയന്ന ഡെന്നിസിനോട് പറയുന്നു. അവളുടെ ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വിഷമം മാത്രമാണുള്ളതെന്ന് അവൾ പറയുന്നു. പിറ്റേ ദിവസം ഡെന്നിസ് സ്റ്റീവിനെ ബാറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അന്നാണെങ്കിൽ സ്റ്റീവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഡെന്നിസ് ഒരു ലാമ്പ് സമ്മാനമായി കൊടുക്കുന്നു. ശേഷം തന്റെ ഫാമിലി ലൈഫിനെ പറ്റി ഡെന്നിസ് സ്റ്റീവിനോട് പറയുന്നു. ഒരു ഫാമിലി മാനായിരിക്കുകയാണോ തനിക്ക് വേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ലെന്ന് ഡെന്നിസ് സ്റ്റീവിനോട് പറയുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്റ്റീവിന്റെ
സ്റ്റീവിന്റെ ലൈഫ് കണ്ട് ഡെന്നിസിനിടയ്ക്ക് അസൂയ തോന്നാറുണ്ട്. കൂടാതെ ആ അവസരത്തിൽ സ്റ്റീവ് ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റി ഡെന്നിസ് ചോദിക്കുന്നു. സ്റ്റീവിന് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ എന്ന് ഡെന്നിസ് ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ സ്റ്റീവ് ട്യൂമറിനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. ആ വിഷയം സ്റ്റീവ് മാറ്റുകയും തന്റെ കാര്യങ്ങൾ നോക്കാൻ തനിക്ക് അറിയാമെന്ന് ഡെന്നിസിനോട് സ്റ്റീവ് പറയുന്നു. പിറ്റേ ദിവസം ഓവർഡോസ് സംബന്ധിച്ച മറ്റൊരു കോൾ അവർക്ക് ലഭിക്കുന്നു. അതനുസരിച്ച് സ്റ്റീവും ഡെന്നിസും പാർട്ടി നടക്കുന്ന ഒരു വീട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും രണ്ട് കൗമാരക്കാരായ കുട്ടികളെ അവർ കണ്ടെത്തുന്നു. ഒരാൾ മരിച്ചിരുന്നു, മറ്റൊരാൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. മറ്റാരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് അവർ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. ഞങ്ങളുടെ കൂടെ ബ്രിയന്ന എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു. തന്റെ മകളുടെ പേര് കേട്ട് പേടിച്ച ഡെന്നിസ് ഉടനെ ഭാര്യയെ വിളിക്കുന്നു. പക്ഷെ ബ്രിയന്ന വീട്ടിലില്ലെന്ന് ഭാര്യ മറുപടി പറയുന്നു. അത് കേട്ട് ആ പെൺകുട്ടി പറഞ്ഞ ബ്രിയന്ന തന്റെ മകൾ തന്നെയാണെന്ന് ഡെന്നിസ് ഉറപ്പിക്കുന്നു. ഇപ്പോൾ താൻ സ്നേഹിക്കുന്ന തന്റെ മകൾ ബ്രിയന്നയും ആ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു. സിൻക്രോണിക് വിൽക്കുന്ന കട കണ്ടെത്തിയ സ്റ്റീവ് അവിടെയുള്ള എല്ലാ പാക്കറ്റും വാങ്ങിക്കുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാൾ സ്റ്റീവിനെ പിന്തുടരുന്നു. സ്റ്റീവിന്റെ കാറിനടുത്തെത്തിയ അയാൾ സിൻക്രോണിക് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. സ്റ്റോറിലെ വിലയേക്കാൾ ഒരുപാട് മടങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്റ്റീവ് അത് സമ്മതിക്കാതെ കാറിൽ കയറി പോകുന്നു. അതേസമയം ഡെന്നിസും ഭാര്യയും അധികാരികളുമായി ബന്ധപ്പെടുകയും മകളെ കാണാനില്ല എന്നത് സംബന്ധിച്ച നോട്ടീസ് പ്രിന്റ് ചെയ്യുകയും ചെയ്തു. ഭാര്യയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. മകൾക്ക് വേണ്ടി തങ്ങൾ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് അവർ കരുതുന്നത്. അന്ന് രാത്രി സ്റ്റീവ് തന്റെ പ്രിയപ്പെട്ട നായ ഹോക്കിങ്ങുമായി കട്ടിലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ലിവിംഗ് റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്നു. കയ്യിലൊരു ബാറ്റും എടുത്ത് അതെന്താണെന്ന് നോക്കുവാനായി പോവുകയാണ് സ്റ്റീവ്. ക്ലോസറ്റിന്റെ വാതിൽ തുറന്ന സ്റ്റീവ് കണ്ടത് രാവിലെ ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ ആളെയാണ്. സ്റ്റീവ് അയാളെ അടിക്കാൻ പോയതും സിൻക്രോണിക് ഡ്രഗ് ഉണ്ടാക്കിയത് താനാണെന്ന് അയാൾ പറയുന്നു. അയാളുടെ പേരായിരുന്നു ഡോക്ടർ കിർമാണി. അയാൾ ഒരു കെമിസ്റ്റായി ജോലി ചെയ്യുകയാണ്. രാജ്യം മുഴുവനുമുള്ള സിൻക്രോണിക് തിരികെ വാങ്ങാൻ ശ്രമിക്കുകയാണ് അയാൾ. ലീഗലായിട്ടുള്ള മരുന്നുകളുടെ മോളിക്കുലാർ സ്ട്രക്ചർ മാറ്റി സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്ന് ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ ജോലി. അതായത് എൻജോയ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് സിൻക്രോണിക് നിർമ്മിച്ചത്. പക്ഷെ അബദ്ധവശാൽ അയാൾ ഉണ്ടാക്കിയ ആ ഡ്രഗ് വഴി ആളുകൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതായത് സിൻക്രോണിക് സ്പേസ് ടൈമിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതുവഴി പല വർഷങ്ങളിലേക്ക് പോകാൻ ആളുകൾക്ക് സാധിക്കും. മനുഷ്യന്റെ പീനിയൽ ഗ്ലാൻഡിനെയാണ് ഇത് ബാധിക്കുന്നത്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള പീനിയൽ ഗ്ലാൻഡുള്ള പ്രായപൂർത്തിയായ ആളുകൾക്ക് ഒരു നിഴലായോ ഗോസ്റ്റായോ മാത്രമേ പൂർവ്വകാലത്തേക്ക് പോകാൻ സാധിക്കൂ. പക്ഷെ പീനിയൽ ഗ്ലാൻഡ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളായവർക്ക് ഒരു കുഴപ്പവുമില്ലാതെ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ മറ്റൊരു ടൈമിൽ സ്റ്റക്കായി പോയി എന്നും വരാം. കിർമാണി തന്റെ സമയം മുഴുവനും ഈ മയക്കുമരുന്ന് കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും നടക്കുകയാണ്. സ്റ്റീവ് പോയ കടയായിരുന്നു അവസാനത്തേത്. എന്നാൽ സംശയം തോന്നിയ സ്റ്റീവ് ആ മയക്കുമരുന്ന് പാക്കറ്റ് എല്ലാം ടോയ്ലറ്റിൽ ഒഴിച്ചു കളഞ്ഞുവെന്ന് പറയുന്നു. ശേഷം ഇവിടെ നിന്നും പോകാൻ കിർമാണിയോട് പറയുന്നു. ആ മയക്കുമരുന്ന് നശിച്ചു എന്ന വിശ്വാസത്തിൽ കിർമാണി അവിടെ നിന്നും പോകുന്നു. പക്ഷെ സ്റ്റീവ് അത് ടോയ്ലറ്റിൽ കളഞ്ഞിരുന്നില്ല. പക്ഷെ വീട്ടിലെ വേസ്റ്റ് ബാസ്ക്കറ്റിലായിരുന്നു ഇട്ടിരുന്നത്. പിറ്റേ ദിവസം സ്റ്റീവ് തന്റെ കീമോതെറാപ്പി ചികിത്സയ്ക്ക് പോകുന്നു. ചികിത്സ കഴിഞ്ഞ ശേഷം അതിന്റെ സൈഡ് എഫക്ട് മൂലം സ്റ്റീവ് ഛർദ്ദിക്കുന്നു. ജോലിക്കിടയിൽ സ്റ്റീവ് എപ്പോഴും ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഡെന്നിസിന് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു. മോർഫിൻ മരുന്നുകൾ കാണാതായെന്ന വിവരം ഡെന്നിസ് സ്റ്റീവിനെ അറിയിക്കുന്നു. ഡെന്നിസ് പെട്ടെന്ന് തന്നെ സംശയിച്ചത് സ്റ്റീവിനെയാണ്. കാരണം സ്റ്റീവിന്റെ ആരോഗ്യത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഡെന്നിസ് മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല സ്റ്റീവിന് ട്യൂമർ ഉള്ള കാര്യം ഡെന്നിസിനെ അറിയുകയുമില്ല. അവർക്ക് വീണ്ടും മെഡിക്കൽ എമർജൻസി സംബന്ധിച്ച ഒരു കോൾ വരുന്നു. സ്ഥലത്തെത്തിയപ്പോൾ കാലൊടിഞ്ഞ ഒരു മനുഷ്യൻ നിലത്ത് കിടക്കുന്നത് അവർ കാണുന്നു. എന്നാൽ അയാൾ മറ്റൊരു ഭാഷയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അവർ അയാളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഡെന്നിസ് സ്റ്റീവിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പക്ഷെ ഇത് സ്റ്റീവിനെ അലോരസപ്പെടുത്തി. എന്റെ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് സ്റ്റീവ് ഡെന്നിസിനോട് പറയുന്നു. എന്നാൽ അത് നിനക്ക് അറിയില്ല എന്ന് ഡെന്നിസ് മറുപടി പറയുന്നു. അതായത് മോർഫിൻ കഴിച്ച ശേഷമാണ് സ്റ്റീവ് വന്നതെന്ന് ഡെന്നിസിന് തോന്നിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കാകുന്നു. ആ തർക്കമൊടുവിൽ ഒരു ഫൈറ്റിൽ ചെന്ന് അവസാനിച്ചു. തമ്മിൽ അടികൂടിക്കൊണ്ടിരുന്ന അവരെ ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഒടുവിൽ പിടിച്ചു മാറ്റിയത്. സ്റ്റീവ് തിരികെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നു. രാത്രിയിൽ തനിക്ക് മുൻപ് കിട്ടിയ ചെമ്പ് നാണയം വീണ്ടും സ്റ്റീവ് പരിശോധിക്കുന്നു. അതിലുണ്ടായിരുന്ന തീയതി കണ്ട സ്റ്റീവ് സിൻക്രോണിക് പരീക്ഷിക്കാൻ മുതിരുന്നു. സ്റ്റീവ് ആ മയക്കുമരുന്ന് കഴിക്കുന്നു. ആ മയക്കുമരുന്ന് കഴിച്ച് അല്പസമയത്തിനുള്ളിൽ മുറിയിൽ പ്രകാശം കൂടി വരാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവന് ചുറ്റും ഒരു ചതുപ്പ് നിലം രൂപപ്പെടാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ മുറിയുടെ ഭിത്തികളെല്ലാം മായുകയും മുഴുവനായി അവൻ ഒരു ചതുപ്പ് നിലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. സ്റ്റീവ് ചുറ്റുപാടും മണത്തു നോക്കുകയും വസ്തുക്കളിലൊക്കെ പിടിച്ചു നോക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് സ്റ്റീവിന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല സ്റ്റീവ് കാണുന്ന ഒന്നും മുഴുവനായി വിശ്വസിക്കുന്നുമില്ല. അവിടെ ഒരാൾ ദൂരെ നിന്നും സ്റ്റീവിനെ നിരീക്ഷിക്കുകയും ഏതോ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നു. പക്ഷെ സ്റ്റീവ് ആണെങ്കിൽ അവന്റെ നേരെ അടുത്തുകൊണ്ടിരുന്ന ഒരു മുതലയെ നിരീക്ഷിക്കുകയായിരുന്നു. അവൻ പുറകോട്ട് പോകുകയും അതോടൊപ്പം തന്നെ അവന്റെ ശരീരം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും സ്റ്റീവ് ശ്രദ്ധിക്കുന്നു. സ്റ്റീവിന്റെ പുറകെ വന്നത് ഒരു സ്പാനിഷ് കോൺകറർ ആയിരുന്നു. അയാളാണെങ്കിൽ സ്റ്റീവിനെ ആക്രമിക്കാൻ വാളെടുത്ത് വരികയാണ്. സ്റ്റീവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ആ മുതലയ്ക്കും മനുഷ്യനും ഇടയിൽ പെട്ടിരിക്കുകയാണ് സ്റ്റീവ്. അപ്പോഴേക്കും വാളുമേന്തി അയാൾ വെള്ളത്തിലൂടെ സ്റ്റീവിനെ ആക്രമിക്കാൻ വന്നതും പെട്ടെന്ന് സീൻ മാറുന്നു. പിന്നീട് കാണിക്കുന്നത് ലിവിംഗ് റൂമിലിരുന്ന് വിറയ്ക്കുന്ന സ്റ്റീവിനെയാണ്. സ്റ്റീവ് നോക്കുമ്പോഴേക്ക് ഹോക്കിംഗ് ഒന്നും മനസ്സിലാകാത്ത പോലെ സ്റ്റീവിനെ നോക്കിയിരിക്കുകയാണ്. നടന്നതെല്ലാം സ്വപ്നമാണെന്ന് കരുതി നോക്കുമ്പോഴേക്ക് തറയിൽ ആ സ്പാനിഷ് പോരാളിയുടെ വാൾ
വാളുകൊണ്ട് വെട്ടിയ പാട് സ്റ്റീവ് കാണുന്നു. ഇതെല്ലാം കണ്ടതോടെ തന്റെ അനുഭവങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ സ്റ്റീവ് തീരുമാനിക്കുന്നു. സിൻക്രോണിക് എന്ന മയക്കുമരുന്ന് 7 മിനിറ്റോളം തന്നെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയെന്നും അതുകൊണ്ട് തന്നെ ബ്രിയന്നയ്ക്കും ഇത് സംഭവിച്ചിരിക്കാമെന്ന് സ്റ്റീവ് പറയുന്നു. സ്റ്റീവ് അടുത്ത ഡോസ് കഴിക്കുകയും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പിന്നീട് സ്റ്റീവിനെ കാണിക്കുന്നത് തണുത്തുറഞ്ഞു കിടക്കുന്ന വേസ്റ്റ് ലാൻഡിലാണ്. ഏതോ ഒരാൾ സ്റ്റീവിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് സ്റ്റീവ് കാണുന്നുണ്ട്. പക്ഷെ ശക്തമായ തണുപ്പ് കാരണം സ്റ്റീവ് വീണു പോകുകയാണ്. 7 മിനിറ്റ് കടന്നുപോയതോടെ സ്റ്റീവ് തിരികെ ലിവിംഗ് റൂമിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴും തണുപ്പ് കൊണ്ട് വിറയ്ക്കുകയാണ് സ്റ്റീവ്. അതായത് സ്റ്റീവ് പാസ്റ്റിലേക്ക് പോകുന്ന കാലം എന്നത് ആ വീട്ടിലെ മുറി അല്ലെങ്കിൽ സ്ഥലം ഏതാണോ അതിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മുൻപിരുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് വീണ്ടും സ്റ്റീവ് സിൻക്രോണിക് കഴിക്കുന്നു. ഈ പ്രാവശ്യം സ്റ്റീവ് ഒരു ജാക്കറ്റും വിറക് കഷ്ണങ്ങളുമായാണ് നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും മഞ്ഞുമൂടി കിടക്കുന്ന ആ കാലത്തേക്ക് സ്റ്റീവ് പോകുന്നു. ശേഷം ചൂട് കിട്ടാൻ വേണ്ടി കൊണ്ടുവന്ന വിറകുകൾ സ്റ്റീവ് കത്തിക്കുന്നു. മുൻപ് വന്നപ്പോൾ സ്റ്റീവ് കണ്ട അതേ ആൾ അങ്ങോട്ടേക്ക് കുന്തവും ചൂണ്ടി വരുന്നത് കാണുന്നു. അടുത്തു വന്നപ്പോഴാണ് ഗുഹകളിൽ താമസിക്കുന്ന പ്രാകൃത മനുഷ്യനാണ് അതെന്ന് സ്റ്റീവിന് മനസ്സിലായത്. ആ മനുഷ്യന്റെ കുന്തത്തിൽ സ്റ്റീവ് തൊടുന്നു. അയാൾ കുന്തമെടുത്ത് മാറ്റിയതും സ്റ്റീവ് അയാളോട് ഇരിക്കാൻ പറയുന്നു. അവർ വിറക് കത്തിക്കുന്നതിന്റെ അപ്പുറവും ഇപ്പുറവുമായി ഇരിക്കുന്നു. വീണ്ടും 7 മിനിറ്റ് കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവ് വീണ്ടും വർത്തമാനകാലത്തിലേക്ക് തിരികെ വരുന്നു. പിറ്റേന്ന് നേരം പുലർന്നു. ഡെന്നിസും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു. കാരണം ബ്രിയന്ന പോയതോടെ പ്രശ്നങ്ങളെല്ലാം ശക്തി പ്രാപിച്ചു. അതേസമയം ഡോക്ടർ കിർമാണി ആത്മഹത്യ ചെയ്ത വിവരം സ്റ്റീവ് റേഡിയോയിലൂടെ കേൾക്കുന്നു. നേരം രാത്രിയായി. പാരാമെഡിക്സ് ആയ അവർ ഓരോ വീടുകളിൽ നിന്നും ചെമ്പ് നാണയം, വാൾ, ഡോർ നോബ് എന്നിവ കണ്ടെത്തിയ കാര്യം സ്റ്റീവ് ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ അവനും സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാനായി ഹോക്കിങ്സിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിൻക്രോണിക് കഴിക്കുന്നു. അങ്ങനെ വിജയകരമായി ഹോക്കിങ്സുമായി മറ്റൊരു സ്ഥലത്ത് സ്റ്റീവ് എത്തുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റീവ് എത്തിയിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരും വർഗീയവാദികളായിട്ടുള്ള ഒരു കാലത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള മനുഷ്യൻ അവരെ വീടിന് പുറത്താക്കുകയും തോക്കുമായി പുറകെ വരികയും ചെയ്യുന്നു. സ്റ്റീവും ഹോക്കിങ്സും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ആ നഗരത്തിലുള്ള എല്ലാവരും സ്റ്റീവിനെ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷെ 7 മിനിറ്റ് പൂർത്തിയായെങ്കിലും സ്റ്റീവ് തിരിച്ച് പ്രസന്റിലേക്ക് പോകുന്നില്ല. സ്റ്റീവ് അത് കണ്ട് ഞെട്ടുന്നു. സ്റ്റീവും ഹോക്കിങ്ങും ആദ്യം പ്രത്യക്ഷപ്പെട്ട ആ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാൻ സ്റ്റീവ് തീരുമാനിക്കുന്നു. ആ വീട്ടിലേക്ക് ആരും കാണാതെ കയറിയ സ്റ്റീവ് വീണ്ടും സിൻക്രോണിക് കഴിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വീട്ടിലുള്ളയാൾ അവരെ കണ്ടുപിടിക്കുകയും അയാളുടെ കൂട്ടാളികളെ വിളിക്കുകയും ചെയ്യുന്നു. വല്ലാത്ത രീതിയിലുള്ള വളരെ പഴയ വേഷമായിരുന്നു അവർ ഇട്ടിരുന്നത്. അവർ തമ്മിലുള്ള തർക്കത്തിൽ ഹോക്കിങ്ങിന്റെ ബെൽറ്റ് സ്റ്റീവിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. സ്റ്റീവ് അതിലേക്ക് പിടിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് സ്റ്റീവ് വർത്തമാനകാലത്തിലേക്ക് വരുന്നു. അതായത് ഹോക്കിങ്സ് ഭൂതകാലത്തിൽ പെട്ടുപോകുന്നു. ലിവിംഗ് റൂമിൽ വന്ന സ്റ്റീവ് ഹോക്കിങ്ങിന്റെ ശബ്ദം കേൾക്കുന്നു. വിൻഡോയുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയതും ഹോക്കിങ്സ് അവിടെ നിന്നും പതിയെ മാഞ്ഞു പോകുന്നത് കാണുന്നു. അതോടെ സ്റ്റീവ് 2 അനുമാനങ്ങളിലെത്തി. 7 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഏത് സ്ഥലത്താണോ നിങ്ങൾ ഭൂതകാലത്തിൽ വന്നത് അവിടെയല്ല നിങ്ങളെങ്കിൽ ഭൂതകാലത്തിൽ പെട്ടുപോകും. കൂടാതെ തന്നോടൊപ്പം വരേണ്ട സാധനം അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ മുഴുവനായി പിടിച്ചില്ലെങ്കിൽ അതും ഭൂതകാലത്തിൽ പെട്ടുപോകും. കാരണം ഹോക്കിങ്സിന്റെ ബെൽറ്റിൽ മാത്രമാണ് സ്റ്റീവ് പിടിച്ചത്. അതുകൊണ്ട് ബെൽറ്റ് മാത്രം തിരിച്ചു വന്നു. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്തെന്നാൽ സ്റ്റീവിന് ഹോക്കിങ്സിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ആവശ്യത്തിനുള്ള സിൻക്രോണിക് ഇനിയില്ല. ശേഷം ബ്രിയന്നയെ കാണാതായ യൂണിവേഴ്സിറ്റിയിലെ മുറിയിലേക്ക് പോകാൻ സ്റ്റീവ് തീരുമാനിക്കുന്നു. ആ സംഭവം ഉണ്ടായപ്പോൾ ബ്രിയന്നയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് ബ്രിയന്നയെ കാണാതാകുന്നതിന് മുൻപ് ഇരുന്ന സ്പോട്ട് അറിയാമായിരുന്നു. ബ്രിയന്ന പോയ എക്സാക്ട് ലൊക്കേഷനിലേക്ക് പോകാൻ സ്റ്റീവ് തയ്യാറെടുക്കുന്നു. സിൻക്രോണിക് കഴിച്ച് സ്റ്റീവ് അങ്ങനെ എത്തിയത് ഒരു കാടിന് നടുവിലാണ്. അവിടെ തീ കത്തിച്ചതിന് ചുറ്റും നിന്ന് കുറച്ചുപേർ എന്തോ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. സ്റ്റീവിനെ കണ്ട അവർ കരുതിയത് അവർ വിളിച്ചു വരുത്തിയ ഏതോ ആത്മാവാണെന്നാണ്. അവർ പെട്ടെന്ന് സ്റ്റീവിനെ വളയുന്നു. ഇത് കണ്ട് പേടിച്ച സ്റ്റീവ് അവൻ വന്ന ദിശയിലേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഭാഗ്യം കൊണ്ട് അവൻ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ചെത്തി. അപ്പോഴേക്കും ബ്രിയന്നയെ കുറിച്ച് പറഞ്ഞ ബ്രിയന്നയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവിടെ വരുന്നു. ബ്രിയന്ന എവിടേക്കോ ഓടിപ്പോയതാണ്, അല്ലാതെ ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായതല്ല എന്ന് അവൾ പറയുന്നു. ശേഷം സ്റ്റീവ് ഡെന്നിസുമായി ബാറിൽ കണ്ടുമുട്ടുന്നു. താൻ ഡിവോഴ്സിന്റെ വക്കിലാണെന്നും തന്റെ വിവാഹ ദിവസം വൈഫിന് കൊടുത്ത പ്രോമിസുകളൊന്നും നിറവേറ്റാൻ തനിക്കായില്ലെന്നും ഡെന്നിസ് സ്റ്റീവിനോട് പറയുന്നു. അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്നാൽ ആ സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ബന്ധത്തിൽ നിലനിർത്തിയിരുന്ന ഒരേ ഒരു ഫാക്ടർ ഞങ്ങളുടെ മകൾ ബ്രിയന്നയായിരുന്നു. ഇപ്പോൾ അവൾ പോയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധത്തെ പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഒന്നുമില്ല. നിന്റെ നല്ല വിവാഹ ജീവിതത്തിന് വേണ്ടി എന്റെ ഈ ബാച്ചിലർ ലൈഫ് വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് സ്റ്റീവ് ഡെന്നിസിനോട് പറയുന്നു. അത് കേട്ട് ഡെന്നിസ് അത്ഭുതപ്പെടുന്നുണ്ട്. ഒടുവിൽ തന്റെ ട്യൂമറിനെ കുറിച്ച് സ്റ്റീവ് ഡെന്നിസിനോട് പറയുന്നു. അത് കേട്ട ഡെന്നിസ് ആകെ വിഷമിക്കുന്നു. താൻ കീമോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് സ്റ്റീവ് ഡെന്നിസിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശേഷം അവരുടെ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു മോർഫിൻ മോഷ്ടിച്ചതെന്ന് ഡെന്നിസ് സ്റ്റീവിനോട് പറയുന്നു. സിൻക്രോണിക്കിന്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ സ്റ്റീവ് ഡെന്നിസിനെ കാണിക്കുന്നു. അതോടെ ബ്രിയന്ന ഭൂതകാലത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഡെന്നിസ് ആകെ വിഷമിക്കുന്നു. ബ്രിയന്ന തങ്ങൾക്കായി എന്തെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടാകും എന്ന് ഡെന്നിസ് കരുതുന്നു. അത് കേട്ട സ്റ്റീവ് പാർക്കിൽ ബ്രിയന്ന സാധാരണ ഇരിക്കാനുള്ള ആ പാറക്കല്ലിനെ കുറിച്ച് പറയുന്നു. ആ കല്ലിനരിയിലേക്ക് ഓടിയെത്തിയ അവർ ഒരു മെസ്സേജ് കാണുന്നു. ഓൾവേസ്, അതായത് എപ്പോഴും എന്നായിരുന്നു ആ മെസ്സേജ്. ഇവിടെ നിന്നായിരിക്കും ബ്രിയന്ന അപ്രത്യക്ഷമായത്. സിൻക്രോണിക്കിന്റെ 2 ഗുളിക മാത്രമാണുള്ളത്. ബ്രിയന്നെ അന്വേഷിച്ചു പോകാൻ സ്റ്റീവ് തയ്യാറാകുന്നു. അങ്ങനെ സ്റ്റീവ് സിൻക്രോണിക്കിന്റെ ഒരു ഗുളിക കഴിക്കുന്നു. ഇപ്പോൾ സ്റ്റീവ് ട്രാൻസ്പോർട്ട് ആയിരിക്കുന്ന
കാണിക്കുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലത്തേക്കാണ്. അവിടെ സ്റ്റീവിന് ചുറ്റും വെടിവെപ്പുകളും ബോംബേറുകളുമാണ്. സ്റ്റീവ് വേഗം ഒരു ബങ്കറിനുള്ളിൽ ഒളിക്കുന്നു. അവിടെ മുഴുവൻ സൈനികരുടെ ശവശരീരങ്ങളാണ്. അതിനിടയിൽ സ്റ്റീവ് ഉറക്കെ ബ്രിയന്നെ വിളിക്കുകയായിരുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ ശവശരീരങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങി സ്റ്റീവ് ബ്രിയന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ബ്രിയന്നെയും സ്റ്റീവും കണ്ടുമുട്ടുന്നു. ശേഷം തന്റെ കയ്യിലുള്ള അവസാന സിൻക്രോണിക് ഗുളിക സ്റ്റീവ് ബ്രിയന്നയ്ക്ക് കൊടുക്കുന്നു. നമ്മൾ 7 മിനിറ്റിനുള്ളിൽ സ്റ്റീവ് വന്ന സ്ഥലത്തേക്ക് എത്തണമെന്നും അല്ലെങ്കിൽ ഭൂതകാലത്തിൽ പെട്ടുപോകുമെന്നും സ്റ്റീവ് ബ്രിയന്നയോട് വിശദീകരിക്കുന്നു. അവർ രണ്ടുപേരും ആ കല്ലിനടുത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷെ അതിനിടയിൽ സ്റ്റീവിന് വെടിയേൽക്കുന്നു. ബ്രിയന്ന സ്റ്റീവിനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഏതോ ഒരു സൈനികൻ അങ്ങോട്ടേക്ക് വരികയും സ്റ്റീവിനെ അടിമയെന്ന് വിളിച്ചുകൊണ്ട് തോക്കിൻ മുനയിൽ നിർത്തുകയും ചെയ്യുന്നു. ഇതുമൂലം സ്റ്റീവിന്റെ 7 മിനിറ്റ് തീരുന്നു. അതായത് സ്റ്റീവ് അവിടെ സ്റ്റക്ക് ആവുന്നു. പക്ഷെ ബ്രിയന്നയെ ഇപ്പോഴും രക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അടുത്തായി കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മൈൻ സ്റ്റീവ് കാണുന്നു. അതിലേക്ക് ആ സൈനികനെ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റീവ് ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ അയാൾ അതിൽ ചവിട്ടാതെ പോവുകയും സ്റ്റീവിനെ വെടിവെക്കാനായി തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. പെട്ടെന്ന് ബ്രിയന്നെ അപ്രത്യക്ഷമാകുകയും വലിയൊരു പൊട്ടിത്തെറി സ്റ്റീവിനെയും സൈനികനെയും വിറപ്പിക്കുന്നു. അതുമൂലം ആ സൈനികന്റെ ബാലൻസ് പോവുകയും അയാൾ അറിയാതെ മൈനിൽ ചവിട്ടുകയും ചെയ്യുന്നു. പിന്നെ പറയണോ, അയാൾ പൊട്ടിച്ചിതറി. അത് കണ്ട സ്റ്റീവ് വേഗം ആ കല്ലിനടുത്തേക്ക് നീങ്ങി അതിലിരിക്കുകയും അതേസമയം വർത്തമാനകാലത്തിൽ ബ്രിയന്ന അച്ഛനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അവർ സ്റ്റീവ് ഒരു മായ പോലെ ആ കല്ലിലിരിക്കുന്നത് കാണുന്നു. പതിയെ സ്റ്റീവ് ഇല്ലാതാകുന്നു. അതായത് സ്റ്റീവ് എന്നേക്കുമായി ഭൂതകാലത്തിൽ പെട്ടുപോകുന്നു. അതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.